രാജു, നിനക്കതിൽ ഏതിനാടാ വേണ്ടത്? കൂട്ടത്തിൽ ചെറുതിനെ ഞാൻ എടുത്തോളാം. വലുതിനെ ഞാനും എടുത്തോളാം. തമ്പ്രാട്ടികൾക്ക് ഇപ്പോഴും വൈത്തമുണ്ടോ? അങ്ങനെ അങ്ങ് മാറിപ്പോകാതെ. ഈ ജാതിക്കാർക്ക് ഗുരുവായൂർ നടവരെ തുറന്നു കൊടുത്തു. എന്നിട്ടും നിങ്ങളിങ്ങനെ മറ്റല്ലോടാ നിക്കറിയോടാ. എന്നെ രക്ഷിക്കൂ. സാവിത്രി വിൽക്കുന്നു. നിനക്കെന്തെങ്കിലും പറ്റോ? ഇല്ല. മോളെ അമ്പുജ, എടീ ഇതാരാ വന്നിരിക്കുന്നു നോക്കാം. ആഹാ, വന്നിപ്പോ പട്ടാ പോലും കയറി തുടങ്ങിയോ? അയൽക്കാരെങ്ങനെ പേടിക്കണ്ടേ? എന്തിനാണ് പേടിക്കുന്നത്? മുമ്പ് നമ്പൂതിരിമാര് സംബന്ധമൊന്നും പറഞ്ഞ് രാത്രിയും പകലും നമ്മളെ വീടുകളിൽ കയറി അറിയില്ലേ? അത് കൊള്ളാം. നമ്പൂരിമാരെ പോലാണോ ക്രിസ്ത്യാനികള്? ഇപ്പൊ ഇവരാടി കേരളന്മാര്. നമ്പൂരിയാരൊക്കെ ക്ഷയിച്ചോ. കാലാകാലത്ത് ശേഷമുള്ളവർ വന്ന് മുട്ടിയ നമ്മൾ വാതിൽ തുറന്നു കൊടുക്കണം. അതിലെന്താടി ഒരു തെറ്റ്? അമ്പുജത്തിന് പുടവ് കൊടുത്തവർ നായരുണ്ടെന്ന് ഓർമ്മ വേണം. ഓ കൃഷ്ണൻകുട്ടി, അവൻ ലഡാക്കിലോ ആസാമിലോ പോയി കിടക്കല്ലേ. പാവം പട്ടാളക്കാരൻ. അടുത്ത മാസം ഇയാള് വരുന്നുണ്ട്. ലീവ് കഴിയുന്നവരെ പിന്നെ ഇവിടെ കാണും. അപ്പൊ എന്ത് ചെയ്യും? പിന്നെ അങ്ങോട്ട് വരുത്തും, എന്റെ അടുത്തേക്ക്. ഒക്കെ വെറുതെ. കാണുമ്പോഴേ ഈ സ്നേഹമുള്ളൂ. എനിക്കറിയാം. ഇവിടെ വന്നു പോയിട്ട് ഇന്നത്തെ ദിവസം 24ആയി. ഇനി എല്ലാ ദിവസവും വന്നേക്കാം. പോരെ?
ആർ യു മിസ്റ്റർ അലക്സ്? യെസ്. കോഴിക്കോട്ടെ നിങ്ങളുടെ ടിമ്പറയാട് ഫോറസ്റ്റ് അധികൃതർ റെയ്ഡ് ചെയ്തിരിക്കാം. സർക്കാർ വനങ്ങളിൽ നിന്ന് മോഷ്ടിച്ച തടികളാണ് അവരവിടെ കണ്ടുകെട്ടിയത്. സാർ, അത് യു ആർ അണ്ടർ അറസ്റ്റ് മിസ്റ്റർ അലക്സ്. നമ്മൾ വക്കീലിനെയും കൂട്ടി വരുമ്പോഴാണ് അറിഞ്ഞത് നിങ്ങൾ മോനെ ജാമ്യത്തിൽ ഇറക്കിയെന്ന്. കുഴപ്പമില്ല, അമ്മയും മോള് പെണ്ണെന്നെ. ഹാജിയാരെന്താ ഇങ്ങോട്ട് വന്നത്? ഈ കേസ് പിടുത്തൊന്നും ഞമ്മൾക്ക് പുത്തരിയല്ല. തടിയുമ്പോ പോയി തടിയുമ്പോൾ ഉണ്ടാക്കണം. നിങ്ങളെ മോനിക്ക് ഇനിയും നമ്മൾ മരം കൊടുക്കും. കൊടുത്തതിന്റെ പൈസ കിട്ടിയിട്ടില്ല. പിന്നെ നിങ്ങൾ ഒപ്പിട്ട് തന്ന രേഖപ്രകാരം നമ്മൾ എന്നാ ഈ മരം മുറിക്കാൻ ആളെ അയക്കേണ്ടത്? സ്ലോട്ടറിങ്ങിന്റെ കാര്യം മാത്തുക്കുട്ടിയോട് കൂടി ഒന്ന് ചോദിച്ചിട്ട്. ഞമ്മക്ക് തിരക്കില്ല, അത് നിങ്ങൾ ചോദിച്ചോളി. എന്തായാലും ശരി, റബ്ബർ തോട്ടം സ്ലോട്ടറിങ്ങിന് കൊടുക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഇല്ലെങ്കിൽ ആചാർക്ക് പണം കൊടുക്കേണ്ടി വരും. നിന്നോട് ആരെപ്പെടുത്തണം അയാളോട് പോയി കള്ളത്തടി വാങ്ങിക്കാൻ? അയാളും ഞാനുമായി തർക്കത്തിലാണെന്ന് നിനക്കറിയില്ലേ? അപ്പൊ എന്റെ ശത്രുവിനെ കൂട്ടുപിടിച്ച് പെട്ടെന്ന് കോടീശ്വരനാകാനുള്ള നിന്റെ അതിമോഹം ഇപ്പൊ കിട്ടിയല്ലോ. ആ കുറിച്ച് നീ തന്നെ അങ്ങ് ചുവന്നാ മതി. മാത്തുക്കുട്ടി, ഹാജിയാർക്ക് ഞാൻ ഗ്യാരണ്ടി ഒപ്പിട്ട് കൊടുത്തതാ. എന്നോട് ചോദിച്ചിട്ടല്ലോ നിങ്ങൾ ഒപ്പിട്ടത്. ഇവന്റെ താളത്തുരത്ത് നിങ്ങൾ തുള്ളി. നമ്മുടെ വസ്തു കൈയേറ്റത്തിൽ ഹാജിയാരുമായി ഞാൻ ഇന്നും കേസിലാണെന്ന് അപ്പനറിയാമല്ലോ. അതിന് നീ എന്നെ വിസ്തരിക്കണ്ട. സാഹിബിന്റെ കാലത്തുള്ള മരങ്ങളല്ലേ, വളർന്നു മുറ്റി കറയും പറ്റി, പിന്നെ ഇവിടെ നിർത്തിയിട്ടുണ്ടാ? അത് ഞാൻ സ്ലോട്ടറിങ്ങിന് കൊടുക്കാൻ തീരുമാനിച്ചു. അപ്പം തന്നെ അതൊക്കെ നിശ്ചയിച്ചാൽ മതിയോ? പിന്നെ ആരും നിശ്ചയിക്കണം? അപ്പന്റെ പോലല്ലേ? അല്ലടാ, ഞാനും കൂടെ കഷ്ടപ്പെട്ടുണ്ടാക്കിയതാണ് ഇതെല്ലാം. അന്ന് കാട്ടിലും മലയിലും കിടന്ന് ചോരയും നീരും വറ്റിച്ച് അധ്വാനിക്കുമ്പോ നീയൊക്കെ എവിടെയായിരുന്നു? ഇന്ന് അവകാശം പറയാൻ വരുന്നു? ആ തോട്ടത്തിലൊരു മരം പോലും മുറിക്കാൻ ഞാൻ സമ്മതിക്കില്ല. അപ്പനല്ല ആരായാലും ശരി. പിന്നെ എങ്ങനെയാടാ ഹാജിയാർക്ക് കാശ് കൊടുക്കുന്നത്? നിങ്ങളെല്ലാം കൂടെ ഉണ്ടാക്കി വെച്ച കടമല്ലേ, എങ്ങനെയാണെന്ന് വെച്ചാൽ വീട്ടിക്കും. മോളെ അമ്മുജോ, ചാര വന്നു നോക്ക്. എന്നാലും എന്റെ കൃഷ്ണൻകുട്ടി ഇങ്ങനെയുണ്ട് ഒരു പട്ടാളം. എന്റെ മോൾ ഇവിടെ കൃഷ്ണൻകുട്ടിയായിട്ട് എപ്പോഴാ വരിക, കൃഷ്ണൻകുട്ടിയുടെ കത്ത് എപ്പോഴാ വരിക എന്ന് കാത്തു കാത്ത് ഉരി കഴിയല്ലേ. അതെ അതെ. നീ അവളെ ഇങ്ങനെ കണ്ണീര് കുടിപ്പിക്കാതെ മോനെ. എന്റെ അമ്മുകുട്ടി, നീ പറയുന്ന നേരാണ് കരുതിയിട്ട് അവൻ ഇവിടെ എങ്ങാനും കൂടി ആകെ കുഴപ്പമോ? ഞാൻ വന്നില്ലേ അമ്പുജം? എനിക്കറിയാതെ കാണാൻ എനിക്ക് മോഹമില്ലാഞ്ഞിട്ടല്ലോ. നോക്ക്, ഞാൻ നിനക്ക് വേണ്ടി എന്തെല്ലാം കൊണ്ടുവന്നറിയോ? ആ പെട്ടിയിലുണ്ട്. അതൊന്നും വേണ്ട, എനിക്കെന്റെ കൃഷ്ണൻകുട്ടിയുടെ മതി. ഇന്നലെയും തൊഴാൻ വന്നപ്പോ പാപ്പച്ചനെ ഞാനിവിടെ നോക്കിയിരുന്നു, കണ്ടില്ല. എന്താ ആലോചിക്കണേ? അതെ, എന്റെ ചെറുപ്പത്തില് മറക്കുടയും പിടിച്ച് നിങ്ങൾ അമ്പലത്തിലേക്ക് പോകുമ്പോ ഞങ്ങളെല്ലാം വഴിയിൽ നിന്ന് മാറ്റി നിർത്തിയിരുന്നില്ലേ? അതെന്താണെന്ന് എന്റെ അപ്പനോട് ചോദിച്ചപ്പോ നമ്പൂരിമാരെ തൊട്ട് അയിത്താവൂന്ന് പറഞ്ഞു. പിന്നെ എന്താ അയിത്തം എന്നായി ചോദ്യം. അപ്പനോടും എല്ലാവരോടും ചോദിച്ചു, ആരും പറഞ്ഞു തന്നില്ല. ഒടുവിലൊരു ദിവസം, ഓർമ്മയുണ്ടോ സഹോദരിക്ക്, ഈ അയിത്തം എന്താണെന്നറിയാനാ. അയ്യോ എന്റെ ദേവരെ, കുട്ടിയത്തോലെ ഈ നസോണിച്ചേട്ടൻ തൊട്ട് അശുദ്ധമാക്കി. ഇല്ലത്തെ കുട്ടി നീ തൊട്ടു. അന്ന് അപ്പൻ എന്നെ ഒത്തിരി തല്ലി. ഇപ്പോ സാവിത്രി അടുത്ത് വരുമ്പോ എനിക്ക് പേടിയാ. എന്തിനാ? അയിത്താവില്ലേ തൊട്ടാൽ? ഇല്ല. എന്നാൽ ഒന്ന് ഞാൻ തൊട്ടോട്ടെ? തൊട്ടോളൂ.
ദീപം 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 ശുക്ലാംബരധരം വിഷ്ണു ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തേ. സാവിത്രി, എടി, എവിടെയായിരുന്നു നീ ഇതുവരെ? ആരുടെ കൂടെയായിരുന്നാ ചോദിച്ചത്? എല്ലാം എനിക്കറിയാം. നിന്റെ അഹമ്മദ് നിർത്തിക്കൊള്ളൂ. ദുഷ്പേരുണ്ടാക്കിയ ഈ കുടുംബം മുടിയും. ഇനിയും മുടിയാണ്. ബാക്കി എന്തുണ്ട് എടുത്തി? എന്താണ് നീ പറഞ്ഞത്? ഒരുമ്പെട്ടവളെ. ഒരു പുരുഷന്റെ ചെത്തും ചൂരും അനുഭവിച്ചറിയാൻ എന്റെ ഏട്ടത്തി കൊതിച്ചിട്ടില്ലേ? ഒന്ന് തുറന്നു പറയൂ. ഉണ്ട്, എനിക്കറിയാം. ലഹളക്കാലത്ത് അഭയം നൽകിയ ചാത്തമ്പുലേനെ സ്വന്തം പായലേക്ക് ക്ഷണിച്ച് നമ്പൂരിപ്പെണ്ണിന്റെ കഥ എന്റെ ഏട്ടത്തെ അയവിറക്കാറില്ലേ? ആ നിലയ്ക്കല്ല ഞാൻ പാപ്പച്ചനെ ഇഷ്ടപ്പെട്ടത്. ഒരു കടപ്പാട്, ആ പരിചയം സ്നേഹമായി. എന്നാലും കളങ്കപ്പെടാതെ എനിക്കൊന്ന് നിയന്ത്രിക്കാൻ അറിയാം. അനിയത്തെ, ഈ ഇല്ലത്തെ കുട്ടിക്കാവാണ് നീ. ഒരന്തർജനം, അത് മറക്കരുത്. ഈ ഏട്ടത്തിക്ക് അതേ പറയാനുള്ളൂ. എന്താ ഇവിടെ? ഒന്നുമില്ലമ്മേ.